പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, സ്നേഹം നിറഞ്ഞ വിദ്യാർത്ഥികളെ, സമസ്ത വാർഷിക പരീക്ഷ 3-ാം ക്ലാസ് ഫിഖ് പ്രധാനമായും എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം, എത്ര പാഠങ്ങൾ പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കേണ്ടി വരും, ഏത് ഭാഗത്തു നിന്നാണ് കൂടുതൽ ചോദ്യങ്ങൾ ഉണ്ടാവുക എന്നീ വിഷയങ്ങളെല്ലാം ഉൾപ്പെടുത്തിയ നല്ലൊരു മോഡൽ ചോദ്യപേപ്പർ രൂപത്തിൽ പരിചയപ്പെടുത്തുന്ന വീഡിയോ ആണ്. മുഴുവനായി തന്നെ കാണുന്നതിലൂടെ നല്ല മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ആദ്യം നമുക്കൊരു മോഡൽ ചോദ്യപേപ്പർ വായിക്കാം. ഒന്നാമത്തത് ശരിക്ക് ശരി നൽകാം എന്നുള്ളതാണ്. ചിലപ്പോൾ ബ്രാക്കറ്റിൽ നിന്ന് തിരഞ്ഞെടുത്ത് എഴുതാനൊക്കെ ആയിരിക്കും. ഏത് രൂപത്തിലും ഇതുപോലത്തെ ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം. ഇങ്ങനെ ശരിയിടാനുള്ള ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ കൃത്യമായി ആലോചിച്ച് ശ്രദ്ധിച്ച് മാത്രം ശരിയിടുക. ആദ്യം ഒന്നിൽ ശരിയിട്ട് അത് വെട്ടി, വേറൊന്നിലിട്ട് അതും വെട്ടി, അങ്ങനെ മൂന്നിലും ശരിയും തെറ്റുമായി പേപ്പർ വൃത്തിഹീനമാക്കരുത്. അത് കണ്ടാൽ തന്നെ ഉസ്താദിന് ദേഷ്യം പിടിക്കുകയും മാർക്ക് കുറക്കുകയും ചെയ്യും. നല്ലോണം ആലോചിച്ച് സംശയം ഉണ്ടെങ്കിൽ ഉസ്താദിനോട് ചോദിച്ച് ഉറപ്പ് വരുത്തിയിട്ട് മാത്രം ശരിയിടുക. ഒന്നാമത്തത്, ശാരീരിക ആരാധനകളിൽ ഏറ്റവും ശ്രേഷ്ഠമായതാണ് നിസ്കാരം. 2, അബ്ആദ് സുന്നത്തുകൾ നഷ്ടപ്പെട്ടാൽ എന്തു ചെയ്യണം? സുജൂദ് ചെയ്യണം. മൂന്നാമത്തത്, നിസ്കാരത്തിൽ തല, ചുമൽ എന്ന് പറഞ്ഞാൽ നമ്മളെ തോളുണ്ടല്ലോ, കൈയിൻ്റെ തോൾ ഭാഗം എന്നിവ തുറന്നിടൽ കറാഹത്താണ്, നല്ലതല്ല, ചെയ്യാതിരിക്കലാണ് നല്ലത്. എപ്പോഴും വസ്ത്രം ധരിച്ചുകൊണ്ട് നമസ്കരിക്കുക. ഇത് പുരുഷന്മാർക്കുള്ളതാണ്, സ്ത്രീകൾക്കുള്ളതല്ല. നാലാമത്തത്, നിസ്കാരത്തിൽ സംസാരിക്കുക. നിസ്കാരം ബാത്തിലാക്കില്ല, സലാം ബാത്തിലാക്കും, സുന്നത്ത് ബാത്തിലാക്കും എന്നുള്ളതാണ് ശരിയായത്. അഞ്ചാമത്തത്, അബ്ആദ് സുന്നത്തുകളിൽ പെട്ടത് ഏതാണ്? ഇതിൽ ഒന്നാമത്തെ അത്തഹിയാത്ത് എന്നതാണ് അബ്ആദ് സുന്നത്തുകളിൽ പെട്ടത്. അപ്പോൾ ഇതുപോലത്തെ ചോദ്യങ്ങളൊക്കെ നമുക്ക് വേഗം ഉത്തരം എഴുതാൻ അറിയണമെങ്കിൽ പാഠം നല്ലോണം നമ്മൾ വായിക്കണം. ഒന്നാമത്തെ പാഠം മുതൽ അവസാന പാഠം വരെ പരീക്ഷയ്ക്കുള്ളതാണ്. അതുകൊണ്ട് ഏത് ഭാഗത്തു നിന്നാണ് ചോദ്യം വരിക എന്നുള്ളത് ഒരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല. ചിലപ്പോൾ കൂടുതലും ആദ്യ ഭാഗത്തു നിന്നായിരിക്കും, ചിലപ്പോൾ ആദ്യ ഭാഗത്തു നിന്ന് വളരെ കുറവായിരിക്കും. എങ്ങനെയാണെങ്കിലും പുസ്തകം മുഴുവനായി പഠിച്ചവർക്ക് മുഴുവൻ മാർക്കും നേടാൻ കഴിയും. പാഠത്തിലെ ചോദ്യങ്ങൾ, ഉത്തരങ്ങളൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. രണ്ടാമത്തിലേക്ക് വരുമ്പോൾ ക്രമ നമ്പർ ഇടാം എന്നൊരു ചോദ്യമാണ്. വായിക്കുന്നതിന് മുമ്പ് ഇതുപോലത്തെ നല്ല നല്ല വീഡിയോകൾ കഷ്ടപ്പെട്ട് നിങ്ങളിലേക്ക് എത്തിക്കുന്നതിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന നിങ്ങളുടെ സ്നേഹമായ സബ്സ്ക്രൈബാണ്. ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ക്രമ നമ്പർ ഇടാം എന്നുള്ളതിൽ 6 വന്നിട്ടുണ്ട്. ഞാനിവിടെ നമ്പർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1, നീയത്ത് കരുതുക എന്നതാണ്. നിസ്കാരത്തിൻ്റെ ഫർളുകളാണ് നമ്മൾ ക്രമപ്പെടുത്തേണ്ടത്. രണ്ടാമത്തത് ഫാത്തിഹ ഓതൽ. മൂന്നാമത്തത് റുകൂഅ് ചെയ്യൽ. നാലാമത്തത് ഇഅ്തിദാൽ. 5, 2 സുജൂദ്. ആറാമത്തത് 2 സുജൂദുകൾക്കിടയിലെ ഇരുത്തം. അപ്പോൾ ഈ ഒരു രൂപത്തിലാണ് നമ്മളതിന് നമ്പർ ഇട്ട് കൊടുക്കേണ്ടത്. ഇങ്ങനെ ഒരു ചോദ്യം പല ചോദ്യപേപ്പറുകളിലും കാണാറുണ്ട്. നാളത്തെ പരീക്ഷയ്ക്ക് ചോദിക്കാൻ ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങളുണ്ട്. അബ്ആദ് സുന്നത്തുകളുണ്ട്, നിസ്കാരത്തിൻ്റെ ഫർളുകളുണ്ട്. അപ്പോൾ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ശ്രദ്ധിച്ച് നമ്മൾ നമ്പർ ഇട്ട് കൊടുക്കുക. ഇനി മൂന്നാമത്തെ ചോദ്യം 4 എഴുതാം എന്ന ചോദ്യമാണ്. അതിലൊന്നാമത്തത് അബ്ആദ് സുന്നത്തുകളിൽ നിന്ന് 4 എഴുതുക എന്ന ചോദ്യമാണ്. അബ്ആദ് സുന്നത്തുകൾ എല്ലാവരും പഠിച്ചു വെച്ചതല്ലേ, അപ്പോൾ 4 ഇവിടെ കൊടുത്തിട്ടുണ്ട്. ബാക്കി കൂടെ നമ്മുടെ പുസ്തകത്തിലുണ്ട്, അതും കൂടെ നിങ്ങൾ പഠിച്ചു വെക്കണം. കാരണം ചിലപ്പോൾ പൂരിപ്പിക്കാനോ ബ്രാക്കറ്റിൽ നിന്ന് തിരഞ്ഞെടുത്ത് എഴുതാനോ ഒക്കെ ചോദിച്ചേക്കാം, ശ്രദ്ധിക്കുക. ഇവിടെ 4 നമ്മൾ എഴുതിയിട്ടുണ്ട് കേട്ടോ. ഒന്നാമത്തെ അത്തഹിയാത്ത് ഓതൽ അബ്ആദ് സുന്നത്തിൽപ്പെട്ടതാണ്. 1-ാം അത്തഹിയാത്തിൻ്റെ ശേഷം നബിയുടെ മേൽ സ്വലാത്ത് ചൊല്ലൽ. മൂന്നാമത്തത് 1-ാം അത്തഹിയാത്തിനും സ്വലാത്തിനും വേണ്ടി ഇരിക്കൽ. അവിടെ തന്നെ 3 1-ാം സലാത്ത് ഓതൽ, അതിൽ നബിയുടെ മേൽ സലാത്തുള്ളത്, അതിനു വേണ്ടി ഇരിക്കൽ. അപ്പോൾ തന്നെ 3 നമ്മൾ പഠിച്ചു. അപ്പോൾ 3 പഠിച്ചാൽ തന്നെ ഇതുപോലത്തെ ഒരു ചോദ്യം വന്നാൽ നമുക്കിതിന് മുഴുവൻ മാർക്കും വാങ്ങാൻ കഴിയും. ഇനി നാലാമത്തത് സുബഹിയിലും റമളാൻ 2-ാം പകുതിയിലെ വിത്റിലും കുനൂത്ത് ഓതൽ. അപ്പോൾ സുബഹി നമസ്കാരത്തിലും അതുപോലെ തന്നെ റമളാൻ 2-ാമത്തെ പകുതി എന്ന് പറഞ്ഞാൽ 15, ആകെ 30 ദിവസമല്ലേ റമളാൻ ഉള്ളത്, അതിൻ്റെ നേർപകുതി കഴിഞ്ഞാൽ, അപ്പോൾ 15 കഴിഞ്ഞതിന് ശേഷമുള്ള വിത്റിലുള്ള കുനൂത്ത്. അപ്പോൾ ഇതൊക്കെ അബ്ആദ് സുന്നത്തിൽ പെട്ടതാണ്. ഇനി രണ്ടാമത്തത് നിസ്കാരത്തിൽ കറാഹത്തായ 4 കാര്യങ്ങൾ. 1, തല, ചുമൽ എന്നിവ തുറന്നിടൽ. മഖ്ബറയിൽ വെച്ച് നിസ്കരിക്കൽ.
ശ്രദ്ധ തിരിക്കുന്ന കാര്യങ്ങളിലേക്ക് നോക്കൽ, വലതുഭാഗത്തേക്കോ ഇടതുഭാഗത്തേക്കോ മുഖം തിരിഞ്ഞു നോക്കൽ, ഇതൊക്കെ നിസ്കാരത്തിൽ കറാഹത്തായ കാര്യങ്ങളാണ്. ഇനിയും 2-3 ഉണ്ട്, അതും കൂടെ നിങ്ങൾ നല്ലോണം വായിച്ചു വെക്കണം. ചിലപ്പോൾ പൂരിപ്പിക്കാനോ ഒക്കെ ചോദിച്ചേക്കാം, ശ്രദ്ധിക്കുക. അപ്പോൾ ഇങ്ങനെ 2 വീതം എഴുതാമെന്നോ അല്ലെങ്കിൽ 3 വീതം എഴുതാം അല്ലെങ്കിൽ 4 എഴുതുക, ഇതുപോലത്തെ ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ നിസ്കാരത്തിൻ്റെ ഫറലുകൾ, സുന്നത്തുകൾ, കറാഹത്തുകൾ തുടങ്ങിയിട്ട് 2-ലധികം വരുന്ന എന്തൊക്കെ കാര്യങ്ങൾ ഫിഖിഹിൽ പറഞ്ഞോ അതൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ച് പഠിക്കുകയാണെങ്കിൽ ഉറപ്പായും നിങ്ങൾക്ക് തന്നെയായിരിക്കും ക്ലാസ്സിൽ 1-ാം സ്ഥാനം. പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി 4-മത്തത് ഉത്തരം എഴുതാം എന്നൊരു ചോദ്യമാണ്. അതിലൊന്നാമത്തത് ഹയ്യാലകൾ കേൾക്കുമ്പോൾ പറയേണ്ടത് എന്താണ്? ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. എല്ലാവരും അത് കാണാതെയും പഠിക്കുക, എഴുതാനും പ്രത്യേകം പഠിക്കുക. 2-മത്തത് സ്വതക്കുത്താവോ ബരിർത്ത എന്നു ചൊല്ലേണ്ടത് എപ്പോഴാണ്? അപ്പോൾ ഈ ദിക്ർ എപ്പോഴാണ് ചൊല്ലേണ്ടത്? സുബഹി ബാങ്കിൽ അസ്വലാത്തു ഖൈറും മിനന്നൗം എന്ന് കേൾക്കുമ്പോഴാണ്. അപ്പോൾ സുബഹി ബാങ്കിലെ അസ്സലാത്തു മിനന്നൗം ഖൈറും മിനന്നൗം എന്ന് കേൾക്കുമ്പോഴാണ് നമ്മൾ സ്വതക്കുത്താവോ ബരിർത്ത എന്ന് പറയേണ്ടത്. അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്, നല്ലോണം പഠിച്ചു വെക്കുക. ഇനി 3-മത്തെ ചോദ്യം ഖിബില എന്നാൽ എന്ത് എന്നതാണ്. ലോകത്തിൻ്റെ ഏത് ഭാഗത്തുള്ള ആളുകളും നിസ്കരിക്കുമ്പോൾ ഒരേ കേന്ദ്രത്തിലേക്കാണ് തിരിഞ്ഞു നിൽക്കേണ്ടത്. ആ കേന്ദ്രം മക്കയിലുള്ള കഅബയാണ്. അപ്പോൾ ഇതിനാണ് ഖിബില എന്ന് പറയുന്നത്. ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ്. ഇത് മുമ്പ് നമ്മൾ വേറൊരു ചോദ്യപേപ്പർ പരിചയപ്പെടുത്തിയിരുന്നു, അതിലും വന്നിട്ടുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ്. ഇപ്പോൾ തന്നെ നമ്മൾ പഠിച്ചു വെക്കുക. ഇതല്പം പ്രയാസമുള്ളതാണ്. ലോകത്തിൻ്റെ ഏത് ഭാഗത്തുള്ള ആളുകളും നിസ്കരിക്കുമ്പോൾ ഒരേ കേന്ദ്രത്തിലേക്കാണ് തിരിഞ്ഞു നിൽക്കേണ്ടത്. ആ കേന്ദ്രം മക്കയിലുള്ള കഅബയാണ്. ഇനി അടുത്തത് 5-മത്തത് ക്രമത്തിൽ എഴുതാം എന്നുള്ളതാണ്. അല്ലാഹുമ്മ വസ്സലാത്തിൽ കായിമ ഇവിടെ കൊടുത്തിരിക്കുന്നത് ബാങ്കിൽ ചൊല്ലാനുള്ള ദിക്ർ, ബാങ്കിന് ശേഷം ചൊല്ലുന്ന ദിക്റാണ്. അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅവത്തി ദാമ വസ്സലാത്തിൽ ഖായിമ അതി മുഹമ്മദിനിൽ വസീല വൽ ഫളീല വദറജത റഫിഅ വബഅസുഹു മഖാമൻ മഹ്മൂദൻ അല്ലദി വഅദത വർസുഖ്നാ ശഫാഅതഹു യൗമൽ ഖിയാമ ഇന്നക ലാ തുഖ്ലിഫുൽ മിആദ്. അപ്പോൾ ഇതാണ് ഇങ്ങനെ ഓർഡറാക്കി എഴുതാനുള്ളത്. നിങ്ങളെല്ലാവരും പഠിച്ചു വെക്കുക. ഇത് വലിയൊരു ദിക്റായതുകൊണ്ട് ചോദിക്കാൻ സാധ്യത കുറവാണ്, മുഴുവനായി ചോദിക്കാൻ കുറവാണ്. ചിലപ്പോൾ പൂരിപ്പിക്കാനോ മറ്റോ ഒക്കെ വന്നേക്കാം. അതുകൊണ്ട് മുഴുവനായി പഠിച്ചിരിക്കുന്നത് വളരെ നന്നായിരിക്കും. അപ്പോൾ ഇത് വായിച്ചു കഴിഞ്ഞതിലൂടെ നല്ലൊരു ചോദ്യപേപ്പറിൻ്റെ രൂപം നമ്മൾ മനസ്സിലാക്കി. എല്ലാ കാര്യങ്ങളും കൃത്യമായി പഠിക്കുക. ദിക്റുകൾ, സ്വലാത്തുകൾ, ഫറലുകൾ, സുന്നത്തുകൾ, കറാഹത്തുകൾ ഒക്കെ ചോദിക്കാൻ സാധ്യതയുള്ളതാണ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങളാണ്. എല്ലാവർക്കും അല്ലാഹു തആല നല്ല വിജയം നൽകട്ടെ. കമൻറ്റിൽ ആമീൻ എഴുതുന്ന എല്ലാവർക്കും നല്ല മാർക്കോടുകൂടെയുള്ള ഉയർന്ന വിജയം അല്ലാഹു തആല പ്രദാനം ചെയ്യട്ടെ. ലൈക്ക് ചെയ്യാൻ മറന്നവർ ഒരു ലൈക്ക് കൊടുക്കുക. സബ്സ്ക്രൈബിൻ്റെ കാര്യം ഒന്നുകൂടെ ഉണർത്തുകയാണ്. നല്ല വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.